ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ US സംയുക്ത സൈനിക നടപടി തുടരവെ പശ്ചിമേഷ്യയിലെ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിനുശേഷം 300ഓളം ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പറഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശൃംഖലയ്ക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമെതിരെ ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട 60 കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ ലെബനനിലും വ്യോമാക്രമണം ശക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങളിൽ ഇറാൻ പ്രത്യാക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമുള്ളിടത്ത് വിമാനക്കമ്പനികൾ അധിക ശേഷി ഉപയോഗപ്പെടുത്തുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ഇൻഡിഗോയുടെ 30ഉം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും 23ഉം ഉൾപ്പെടെ ഇന്ന് 58 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ കാലയളവിൽ ടിക്കറ്റ് നിരക്കുകളിൽ അനാവശ്യമായ വർധന ഉണ്ടാകാതിരിക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവരെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 1221 വിമാനങ്ങളും വിദേശ വിമാന കമ്പനികളുടെ 388 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലെയും നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം സജ്ജീകരിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800 1187 97ലോ +91 11 2301 2113 +91 11 2301 4104 +91 11 2301 7905 എന്നീ നമ്പറുകളിലോ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ബന്ധപ്പെടാം. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഈ ഉത്സവം വസന്തകാലത്തിന്റെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നു. ജാതി മത ലിംഗഭേദമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഹോളി ആഘോഷിക്കുന്നു. പരസ്പരം നിറങ്ങൾ പൂശുകയും ആശംസകൾ കൈമാറുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവർ ഹോളി ആശംസകൾ നേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കേരളത്തിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കൊച്ചിയിലെ ഗോശ്രീ പാലം, ദർബാർ ഹാൾ ഗ്രൌണ്ട്, മറൈൻ ഡ്രൈവ്, ചീനവല പാലം, ചെറായ് ബീച്ച്, മ്യൂസിക്കൽ വാക്ക്വേ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും കന്നി വോട്ടർമാരുമായി സംവദിക്കുകയും ചെയ്യും. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിവിധ ജില്ലകളിലായി പൂർത്തീകരിച്ച പുതിയ മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും മറ്റുള്ളവയുടെ ശിലാസ്ഥാപനവുമാണ് നിർവഹിക്കുക. മന്ത്രി വി ശിവൻകുട്ടി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ പങ്കെടുക്കും. കേരള സർവകലാശാലയിൽ PM ഉഷ പദ്ധതിയുടെ കീഴിൽ വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ കെട്ടിടങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നവോത്ഥാന നായകനായ അയ്യ വൈകുണ്ഠസ്വാമിയുടെ പേരിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടന്നു. സംസ്കാര ചടങ്ങിൽ MPമാരായ ഷാഫി പറമ്പിൽ, MK രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ സ്പീക്കർ AN ഷംസീർ, MLAമാരായ KK രമ, സജീവ് ജോസഫ്, T സിദ്ദിഖ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർമാർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഉച്ചയ്ക്ക് ശേഷം AKG സെന്ററിൽ LDF യോഗവും ഉണ്ടാകും. CPI സംസ്ഥാന നിർവാഹക സമിതി യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ഈ ആഴ്ചയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്ന് CPIM നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ നാളെ ആരംഭിക്കും. 3000-ഓളം കേന്ദ്രങ്ങളിലായി 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകളും നാളെ തുടങ്ങും. 2-ാം വർഷ പരീക്ഷകൾക്കും മറ്റന്നാൾ തുടക്കമാകും. പോഷൻ അഭിയാൻ 2.0യുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അവാർഡിന് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അർഹമായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.